ദുരിതാശ്വാസനിധിയിലെ ഒരു വിഷയത്തെ കുറിച്ചിട്ട് അഖിൽമാരാറിന്റെ ഒരു പ്രസ്താവന ഉണ്ടായിരുന്നു. അത് ഭയങ്കര രീതിയിൽ ചർച്ചയായിരുന്നു. അപ്പൊ അത്തരം ഒരു പ്രസ്താവനയൊക്കെ നിലനിന്ന് പോകുന്ന സമയത്ത് അങ്ങനെയൊക്കെ ചെയ്യാൻ പാടുള്ളതാണ് കേരളത്തിൽ. ആക്ച്വലി എനിക്ക് അതിനെപ്പറ്റി വലുതായിട്ട് പറയാൻ അറിയത്തില്ല. കാരണം അഖിൽമാരാറിന്റെ അടുത്ത് തന്നെ ചോദിച്ചേക്കാം. ഞാൻ എന്തായാലും കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. അന്വേഷണം പറയാം. ഓക്കെ, ചെയ്തു. പക്ഷെ നമ്മൾ DRF ഫാമിലിക്കാർ പുറത്ത് പറയണ്ടെന്നുള്ളത് അത് ചെയ്യുന്നവർ ചെയ്യട്ടെ, നല്ല കാര്യങ്ങൾ ചെയ്യുന്നവർ ചെയ്യട്ടെ. അല്ല, കാരണം അത് നമ്മൾ അങ്ങനെ തീരുമാനിച്ചൊരു കാര്യമാണ്. വെറുതെ ചെയ്യുന്ന കാര്യം പുറത്ത് പറയണ്ടെന്നുള്ള തീരുമാനം ഉണ്ടായിരുന്നു, അതുകൊണ്ട് ചെയ്തു. അത്ര. ഈ ദുരിതാശ്വാസനിധിയിലേക്ക് അഖിൽമാരാറിന്റെ പ്രസ്താവനയോട് എന്താ പറയാനുള്ള റോബിന്? എന്താ പറയുക, അങ്ങനെ ഒരു ബിഗ് ബോസ് വിന്നർ ആയ ഒരാളല്ലേ, അപ്പൊ അയാൾക്ക് ഒരുപാട് ഇൻഫ്ലുവൻസ് ന്യായങ്ങൾ കാണും. അതുകൊണ്ടായിരിക്കും പിടിക്കാൻ പറയാം. ഓക്കെ ബ്രോ, റോബിന് എന്താണ് അതിനകത്തുള്ള അഭിപ്രായം? എന്താണ് എന്റെ ഒരു ഇതിൽ കോൺട്രിബ്യൂട്ട് ചെയ്യണം, അത് കറക്റ്റായിട്ട് മോണിറ്റർ ചെയ്യണം, ആൾക്കാരിലേക്ക് എത്തുന്നുണ്ടോ എന്ന് അറിയണം. അത്രേ ഉള്ളൂ ചേട്ടാ. ഓക്കെ, പോയിട്ട് വരാം. ഓക്കെ, അതെ, 1.5 വർഷം എക്സ്പീരിയൻസ് അടിപൊളി. നിങ്ങളൊക്കെ ഇത്രയും എന്താ പറയാ ദൂരെ നിന്നല്ലേ വരുന്നത്? ബ്രോ എവിടെ നിന്ന് വരുന്നത്? ഇത്രയും ദൂരെ നിന്ന് വന്നില്ലേ? സത്യം പറയാ വലിയൊരു കാര്യമാണ്. ഈ സ്നേഹവും കാര്യങ്ങളൊക്കെ ഉണ്ട്. സത്യം പറഞ്ഞാൽ ഞാൻ ഭയങ്കര ബ്ലെസ്ഡ് ആണ്. ഇപ്പോഴും കുറച്ച് പേരെങ്കിലും എന്നെ ഇഷ്ടപ്പെടുന്നു എന്ന് അറിയുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഇത് എപ്പോഴും ഉണ്ടാവണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. റോബിന്റെ ഞാൻ നോക്കിയേക്കാൻ പറയാം. ആണല്ലേ? പേരെന്താ? സൽമാൻ. എന്താ കല്യാണം ഉടനെ ഉണ്ട്. വരണോ? ബ്ലോക്കാണോ? ബ്ലോക്ക് എന്തോ പറഞ്ഞു. ഈ ഫാൻ ബേസ് ഇപ്പോഴും ഈ റോബിനെ സംബന്ധിച്ച് ഈ ബിഗ് ബോസിൽ ഇത്രയും വർഷങ്ങൾക്ക് ശേഷം ഇപ്പോഴും ഈ ഫാൻ ബേസ് ഉണ്ടെന്ന് പറയുന്നത് ഒരു ഇല്ലാത്തൊരു കാര്യം തന്നെയല്ലേ? വലിയ കാര്യമാണ് ബ്രോ. പൈസ ഒന്നും കിട്ടിയിട്ടല്ലോ. ബസ്സിൽ കയറി പോണോ? Thank you. Bye. Thank you. Hi bro. ഇവിടെ നിന്ന് കല്യാണം ഉടനെ ഉണ്ടാവും. ഡേറ്റ് അനൗൺസ് ചെയ്ത് തരും. ഇല്ല ഞാൻ പറയാം. താങ്ക് യു.